ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷും ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻസും അവയ്ക്കുള്ള ആൻസറുമായിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം നമ്മുടെ എക്സാമിലോട്ട് പോയാലോ. നമ്മൾ മുന്നേ ക്ലാസ്സിൽ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇൻ്റഗ്രേഷനിലെ ഉത്കൃതനം പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്ക് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ ലൈവ് ക്ലാസ്സസും കൂടുതൽ വീഡിയോ ക്ലാസ്സസും കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേര് വേണം എഴുതാനായിട്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേര് ഇംഗ്ലീഷിൽ എഴുതണം കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും നിർബന്ധമായിട്ടും നിങ്ങളുടെ പേര് എഴുതിയിട്ട് പഠിക്കുക കേട്ടോ. ഇംഗ്ലീഷിലും മലയാളത്തിലും പഠിക്കണം. നമുക്ക് മലയാളം ചോദ്യപേപ്പറിലൊക്കെ കുട്ടികളുടെ പേര് മലയാളത്തിലായിരിക്കും എഴുതാനുണ്ടാവുക കേട്ടോ. ഓക്കെ, അടുത്തത് നെയിം ഓഫ് സ്കൂൾ എന്നതാണ് കേട്ടോ. അത് മക്കൾ എന്ത് ചെയ്യുക, പറ്റുകയാണെങ്കിൽ പഠിച്ചിരിക്കുക, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതാനായിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഡിവിഷൻ എഴുതാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതേണ്ടതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം അല്ലേ. നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനത്തിലോട്ട് പോവാം. നോക്കിക്കേ, ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ഡു. ആക്ടിവിറ്റി 1 എന്താണ്, ലിസൺ ആൻഡ് ഡു. ലുക്ക് അറ്റ് ദി പിക്ചർ ബിലോ. ലിസൺ ടു ദി ടീച്ചർ ആൻഡ് ഡു വാട്ട് ദി ടീച്ചർ സേസ്. എന്താണ് പറഞ്ഞത്, ടീച്ചർ പറയുന്നത് കേട്ടിട്ട് ടീച്ചർ പറയുന്ന അതേപോലെ ചെയ്യാനാണ് മക്കളത് പറഞ്ഞത് കേട്ടോ. താഴെ നോക്കിക്കേ, നിങ്ങൾക്ക് അവിടെ ഒരു പിക്ചർ കാണാം. അപ്പോൾ ഈ ഒരു പിക്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ടീച്ചർ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരിക. അതായത് പിക്ചറിലോട്ട് കൂടുതൽ കാര്യങ്ങൾ വരച്ച് ചേർക്കേണ്ടതായിട്ടുള്ളതും അതുപോലെ തന്നെ പിക്ചറിൽ ഓരോ കാര്യത്തിനും ഏത് കളർ കൊടുക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പോൾ ടീച്ചറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വേണം മക്കളിൽ ഈ പിക്ചറിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട്. അപ്പം എന്തായാലും നിങ്ങളുടെ കളർ പെൻസിൽ കയ്യിൽ കരുതിക്കോളൂ. നമുക്ക് എല്ലാ എക്സാമിനും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത്തരത്തിൽ മക്കൾക്ക് ഒരു ചോദ്യം വരും. അതായത് ഒരു പിക്ചർ തന്നിട്ടുണ്ടായിരിക്കും, എന്നിട്ട് ടീച്ചറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതിൽ ഓരോ കാര്യങ്ങൾ വരച്ച് ചേർക്കാനും അതിൽ നിറം നൽകാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ടീച്ചർ എന്ത് ചെയ്യും, ഇപ്പം നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു തരാം. അതനുസരിച്ച് മക്കൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവിടെ ചിത്രത്തിൽ ഒരു ബസ് ഉണ്ടല്ലോ, ആ ബസ്സിന് നിങ്ങൾ കളർ ചെയ്യണം. ബസ്സിന് ബ്ലൂ കളറാണ് നൽകേണ്ടത് കേട്ടോ. അപ്പോൾ മക്കൾ മാറിപ്പോവാതെ ബസ്സിന് തന്നെ എന്ത് വേണം, ബ്ലൂ കളറ് കൊടുക്കണം കേട്ടോ. ഓക്കെ, അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് പറയണ്ടായിരിക്കാം, നമ്മുടെ കാറ് കണ്ടോ, കാറിന് റെഡ് കളർ കൊടുക്കാനായിരിക്കും. എന്താണ്, കാറിന് റെഡ് കളർ കൊടുക്കാനായിട്ട് ടീച്ചർ പറയുകയാണെങ്കിൽ ഈ കാറിന് എന്ത് കളർ കൊടുക്കണം, അതിന് മാത്രം റെഡ് കളർ കൊടുക്കുക കേട്ടോ. അപ്പം ടീച്ചർ പറയുന്നതിനനുസരിച്ച് അതുപോലെ ചെയ്താലേ മക്കൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ബ്ലൂ കളർ ഏതിനാണ് കൊടുക്കേണ്ടത്, ബസ്സിന് കൊടുക്കണം. റെഡ് കളർ ഏതിന് കൊടുക്കണം, നമ്മുടെ കാറിന് കൊടുക്കണം അല്ലേ. ഓക്കെ, പിന്നെ മക്കളെടുത്ത് പറയാം, നമ്മുടെ ബസ്സിനെ നോക്കിക്കേ, ബസ്സിന് എന്തില്ല, വീൽസ് ഇല്ല അല്ലേ. അപ്പം ടീച്ചർ നിങ്ങളടുത്ത് വീൽസ് ഡ്രോ ചെയ്യാനായിട്ട് പറയൂ കേട്ടോ. അപ്പം ബസ്സിന് എന്ത് ചെയ്യണം, നിങ്ങൾ വീൽസ് വരച്ചു കൊടുക്കണം. ബസ്സിന് ഇവിടെ വീൽസ് നിങ്ങൾ വരച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, അതിനുശേഷം പിന്നെ നിങ്ങളടുത്ത് പറയാം, അവിടെ മരത്തിൽ കുറേ പാരറ്റ്സ് ഒക്കെ ഇരിപ്പില്ലേ, അവർക്ക് ചിലപ്പം കളർ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ പാരറ്റിൻ്റെ കളർ എന്താണ് മക്കളെ, നമ്മൾ പഠിച്ചതാണല്ലേ, നമ്മുടെ പോളിയെ ഓർമ്മയില്ലേ. പാരറ്റിൻ്റെ കളർ എന്താണ്, ഗ്രീൻ കളറാണ് അല്ലേ. ഏത് കളറാണ്, ഗ്രീൻ കളറാണ്. അപ്പം പാരറ്റ്സിന് എന്ത് ചെയ്യുക, ഗ്രീൻ കളറൊക്കെ കൊടുക്കുക. പിന്നെ മക്കളടുത്ത് അവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ 2 ബോൾ കണ്ടോ, ഒരു ബിഗ് ബോളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്മോൾ ബോളും ഉണ്ട് അല്ലേ. ഒരു ബിഗ് ബോളും ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്മോൾ ബോളും ഉണ്ട്. അപ്പം മക്കളത് പറയും, ഡ്രോ എ സർക്കിൾ. നമ്മുടെ ചെറിയ ബോൾ കണ്ടെത്തിയിട്ട് അതിനെന്ത് വരയ്ക്കാൻ, ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട് പറയും. സ്മോൾ ബോൾ ഏതാന്ന് കണ്ടെത്തിയിട്ട് അതിന് സർക്കിൾ വരയ്ക്കാനായിട്ട് പറയും. അല്ലെങ്കിൽ ചിലപ്പം ബിഗ് ബോൾ ഏതാന്ന് നോക്കിയിട്ട് അതിന് ചുറ്റിലും എന്ത് ചെയ്യാൻ പറയും, ഒരു സർക്കിൾ വരയ്ക്കാൻ പറയും. ചിലപ്പോൾ ടിക്ക് മാർക്ക്, അതായത് ശരി ഇടാനായിരിക്കും പറയണ്ടായിരിക്കുക. അപ്പം ബിഗ് സ്മോളൊക്കെ നമുക്കൊക്കെ അറിയാലോ. ബിഗ് എന്ന് പറഞ്ഞാൽ വലുതാണ്, സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുതാണ് അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക.
പിന്നെ പറയാനൊരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് അവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ തന്നിട്ടുണ്ടല്ലേ, ആ ഫ്ലവേഴ്സിന് കളർ ചെയ്യാനായിട്ട് പറയാം. അതുപോലെ തന്നെ ആ ട്രീക്ക് കളർ ചെയ്യാനായിട്ട് പറയാം. ആ ഒരു ചില കാര്യങ്ങൾ മാത്രമേ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ബസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ബസ്സിന് ബ്ലൂ കളർ കൊടുക്കണം, കാറിന് റെഡ് കളർ കൊടുക്കണം. അങ്ങനെ ചില കാര്യങ്ങൾക്കൊക്കെ ഇന്ന നിറം നൽകണം എന്നത് നമുക്ക് പ്രത്യേകം പറയും. അല്ലെങ്കിൽ പിന്നെ മക്കളടുത്ത് പറയാം ആ തന്നിട്ടുള്ള പിക്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിറം നൽകാനായിട്ടും പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ പിക്ചറിലുള്ള എല്ലാ കാര്യത്തിനും മക്കൾ എന്ത് ചെയ്യണം, കളർ ചെയ്യണം. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം. അപ്പോൾ ഈ ഒരു ചിത്രം അല്ലെങ്കിലും ഇതേപോലുള്ള മറ്റൊരു ചിത്രമായിരിക്കും നിങ്ങളുടെ എക്സാമിന് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ടീച്ചർ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത് അതിനനുസരിച്ച് അവിടെ വരയ്ക്കുകയും അതുപോലെ നിറം നൽകുകയൊക്കെ ചെയ്യുക കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണിത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവർത്തനം വന്നാൽ മക്കളെല്ലാവരും ചെയ്യില്ലേ, മുഴുവൻ മാർക്ക് മേടിക്കില്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത പ്രവർത്തനത്തിലോട്ട് പോകാം. റീഡ് ആൻഡ് മാർക്ക്. ആക്ടിവിറ്റി 2 ആണ് റീഡ് ആൻഡ് മാർക്ക്. റീഡ് ദി സെൻറ്റൻസസ് ആൻഡ് ഗിവ് എ ടിക്ക് എഗെയിൻസ്റ്റ് ദി കറക്റ്റ് പിക്ചർ. മക്കൾക്ക് അവിടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, 2 പിക്ചർ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് തന്നിട്ടുണ്ട്, സെൻറ്റൻസും തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പം ഈ ഒരു സെൻറ്റൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചർ ഏതാണെന്നാണ് മക്കൾ കണ്ടെത്തേണ്ടത് കേട്ടോ. താഴെ തന്നിട്ടുള്ള സെൻറ്റൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചർ ഏതാണെന്നാണ് മക്കൾ കണ്ടെത്തേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, ആദ്യം നമുക്ക് നമ്മുടെ സെൻറ്റൻസ് എന്താണെന്ന് വായിക്കാം അല്ലേ. എന്താണ്? ദ ബസ് ഈസ് ഓൺ ദി റോഡ്. ദ ബസ് ഈസ് ഓൺ ദി റോഡ് എന്നാണ് പറഞ്ഞത്. ബസ് എവിടെയാന്നാ പറഞ്ഞത്? ഓൺ ദി റോഡ്, റോഡിന് മുകളിലാണ് അല്ലേ. അപ്പം അത് ഏത് പിക്ചറാ മക്കളെ ആ ഒരു സെൻറ്റൻസിനോട് മാച്ചായിട്ട് വരിക? ഈ ഫസ്റ്റ് 1 ആണോ സെക്കൻഡ് 1 ആണോ? പിക്ചർ നോക്കിക്കേ, റോഡിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്നത് ഏത് പിക്ചറിലാണ്? രണ്ടാമത്തെ പിക്ചറിലാണല്ലേ. ഈ ഒരു പിക്ചറിലാണ് റോഡിൻ്റെ മുകളിലായിട്ട് ബസ് ഇരിപ്പുള്ളത്. അപ്പം അതാണ് കറക്റ്റ് പിക്ചർ. ദി ബസ് ഈസ് ഓൺ ദി റോഡ്. ഓക്കെ മക്കളെ, ഇനി നിങ്ങളുടെ സെക്കൻഡ് 1 നോക്കിക്കേ. ആരാണത്? നമ്മുടെ പോളിയെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പം നോക്കിക്കേ, നമുക്ക് 2 പിക്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് സെൻറ്റൻസ് എന്താന്ന് നോക്കൂ. പോളി ഹാസ് 3 eggs. പോളി ഹാസ് 3 eggs അല്ലേ. പോളിക്ക് എന്തുണ്ട്? 3 മുട്ടകളുണ്ട്. പോളിക്ക് 3 മുട്ടകളുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ചിത്രത്തിൽ ഏതാണ് മക്കളെ ആ ഒരു സെൻറ്റൻസിലോട് മാച്ചായിട്ട് വരുന്നത്? ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ. ഈ ഒരു പിക്ചറിൽ നമ്മുടെ പോളിക്ക് എത്ര എഗ്ഗാണുള്ളത്? ഓൺലി 1 അല്ലേ, ഒരു എഗ്ഗ് മാത്രമേ ഉള്ളൂ. എങ്കിൽ സെക്കൻഡ് പിക്ചർ നോക്കിക്കേ, അവിടെ എത്രയുണ്ട്? 1 2 3. യെസ്, ദർ ആർ 3 eggs അല്ലേ. അവിടെ 3 എഗ്ഗുകളുണ്ട്. അതായത് ഇതായിരിക്കും നമ്മുടെ പോളിക്ക് എത്ര മുട്ടകളുണ്ടെന്നാ പറഞ്ഞത്? 3 മുട്ടകളുണ്ടെന്നാ പറഞ്ഞത്. അപ്പം നമുക്ക് ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഈ സെക്കൻഡ് 1 ആയിട്ടുള്ള പിക്ചറാണ് അല്ലേ. ഓക്കെ മക്കളെ, വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് നോക്കിക്കേ. ദ ഹോൺ ഫെൽ ഡൗൺ. ദ ഹോൺ ഫെൽ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഹോണ് താഴെ വീണു എന്നാണ് അല്ലേ. അപ്പം ചിത്രം നോക്കിക്കേ, ഏത് ചിത്രമാണ് അതിന് മാച്ചായിട്ട് വരുന്നത്? ഫസ്റ്റ് ചിത്രത്തിൽ ഹോണ് വീണ് കിടക്കുന്നുണ്ട്. സെക്കൻഡ് പിക്ചറിൽ എന്താ സംഭവിച്ചത്? വീലാണ് വീണ് കിടക്കുന്നത് അല്ലേ. നമ്മളോട് എന്താണ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത്? ദ ഹോൺ ഫെൽ ഡൗൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം ഏത് പിക്ചറാണ് അതിൽ കറക്റ്റ് മാച്ചായിട്ട് വരുന്നത്? ഈ ഒന്നാമത്തെ പിക്ചറാണ് അല്ലേ. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. ആരാണിത്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ റില്ലിനെയും ദില്ലിനെയും ജില്ലിനെയൊക്കെ ഓർമ്മയുണ്ടോ? അവരാണ് അല്ലേ. നോക്കിക്കേ, റിൽ ഹാസ് എ റെഡ് റിങ്. റിൽ ഹാസ് എ റെഡ് റിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിക്ചറിൽ നോക്കിക്കേ മക്കളെ, ആർക്കാണ് റെഡ് റിങ് ഉള്ളത്? ഏത് പിക്ചറിനാണ്? ഫസ്റ്റ് പിക്ചറിനാണ് അല്ലേ. അപ്പം അതാണ് ആര്? നമ്മുടെ റില്ല് വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ടിക്ക് മാർക്ക് കൊടുക്കണം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റിയിലുള്ള ലാസ്റ്റ് പിക്ചർ നോക്കാം കേട്ടോ. ആ ഒരു സെൻറ്റൻസ് നോക്കിക്കേ. എന്താണ്? ദ കാർ ഹാസ് 2 lights. ദ കാർ ഹാസ് 2 lights എന്ന് പറഞ്ഞാൽ എന്താടാ? കാറിന് 2 ലൈറ്റ്സ് ഉണ്ട് എന്നാണ് അല്ലേ. അപ്പോൾ പിക്ചർ നോക്കിക്കേ, രണ്ടും കാറിൻ്റെ പിക്ചറാണ്. അതിൽ ഏത് കാറിനാണ് 2 ലൈറ്റ് ഉള്ളത്?
ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ, ആ കാറിന് 2 ലൈറ്റ് ഉണ്ടോ? ഇല്ല അല്ലേ, ഒരു ലൈറ്റ് എന്തായി പോയിട്ടുണ്ടായിരുന്നു? വീണ് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. സെക്കൻഡ് പിക്ചർ നോക്കൂ, ഇവിടെ 2 ലൈറ്റ്സ് ഉണ്ടോ? യെസ്, ഇവിടെ 2 ലൈറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പൊ ദ കാർ ഹാസ് 2 ലൈറ്റ്സ് എന്നുള്ളതിന് മാച്ചായിട്ട് വരുന്ന പിക്ചർ ഏതാണ്? സെക്കൻഡ് 1 ആണ് അല്ലേ. ഓക്കെ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇത്രയാണ് കൂട്ടുകാരുടെ ഇംഗ്ലീഷിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ. ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ലേ? ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടിരിക്കുക കേട്ടോ. എക്സാമിന് നമുക്ക് മുഴുവൻ മാർക്ക് മേടിക്കണം. പിന്നെ മിസ് നേരത്തെ പറഞ്ഞല്ലോ, എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ വീഡിയോസും ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.